തളിപ്പറമ്പ് സൗത്ത് BRCയിലേക്ക് ഒരു വട്ടം കൂടി. വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപകർക്കായി ഒരുക്കിയ ശില്പശാലയിൽ അല്പനേരം സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ മലയാളം നല്ലതാക്കാൻ അധ്യാപകൻ എന്ത് ചെയ്യണം, അധ്യാപകന് എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു ചർച്ചാ വിഷയം. വിദ്യാർത്ഥിയുടെ ഭാഷയിൽ അധ്യാപകൻ, മലയാള ഭാഷാധ്യാപകൻ മാത്രമല്ല, ഇതര അധ്യാപകർക്കും വളരെ കാര്യമായ പങ്കുണ്ട്. അധ്യാപകർ, വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ, അവരുൾപ്പെടുന്ന സമൂഹം, ഇവർക്കെല്ലാം വിദ്യാർത്ഥിയുടെ ഭാഷയിൽ സ്വാധീനമുണ്ട്. നല്ല ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നല്ല ഭാഷ കേൾക്കുക തന്നെയാണ്. നല്ല ഭാഷ കേട്ടും വായിച്ചുമാണ് കുട്ടിയിലെ ഭാഷ വളരേണ്ടത്. വിവിധ ചുറ്റുപാടുകളിൽ നിന്ന് കടന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ സവിശേഷമായ ഭാഷയെ, തന്മൊഴിയെ പരമാവധി നല്ല രീതിയിൽ മിനുക്കിയെടുക്കാനുള്ള ബാധ്യതയാണ് അധ്യാപകൻ ഏറ്റെടുക്കേണ്ടത്. ഒരു കുട്ടിയുടെയും ഭാഷ മോശമല്ല. അവനവൻ്റെ ഭാഷയെ നല്ല രീതിയിൽ പൊതുവായ ഭാഷയാക്കി മാറ്റാനുള്ള പ്രവർത്തനം നടക്കേണ്ടത് ക്ലാസ് മുറികളിലാണ്. പഠന പ്രക്രിയയിൽ കുട്ടിയുടെ സ്വയം വിലയിരുത്തലും ചങ്ങാതിമാരുടെ പരസ്പര വിലയിരുത്തലും അധ്യാപികയുടെ വിലയിരുത്തലിനോടൊപ്പം തന്നെ നടക്കേണ്ടതാണ്. വിദ്യാർത്ഥിയെ നല്ല ഭാഷയുടെ ഉടമയാക്കി മാറ്റുന്നത് ഭാഷാധ്യാപകൻ മാത്രമല്ല, വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരും, കുട്ടിയുടെ രക്ഷിതാക്കളും സമൂഹവും ഈ പ്രവർത്തനത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ കുട്ടിയും കടന്നു വരുന്നത് അവനവൻ്റെ ഭാഷയുമായാണ്. ഈ അവനവൻ്റെ ഭാഷയെ സമൂഹത്തിന് പൊതുവായി സ്വീകാര്യമായ ഭാഷയാക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിലാണ്. ധാരാളം കേൾക്കാനും പറയാനും വായിക്കാനും എഴുതാനും വേണ്ട അവസരങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാവണം. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഓർക്കുന്നത് നന്ന്. കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും മലയാളം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഈ മുഹൂർത്തം നാം നമ്മുടേതാക്കേണ്ടതുണ്ട്. എല്ലാ ഭാഷാസ്നേഹികളെയും മലയാളം മാഷ് ബ്ലോഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി.